സ്വന്തം അമ്മയെ കറക്കി ഭിത്തിയിലേക്ക് എറിഞ്ഞു കൊന്നൊരു മകൻ. സ്വന്തം സഹോദരനെ മർദ്ദിച്ചും കഴുത്തിൽ തോട്ടുമുണ്ട് കിട്ടിയും ശ്വാസം മുട്ടിച്ച് കൊന്ന സഹോദരൻ. സംഭവിച്ചത് നെടുങ്കണ്ടത്ത് ഇരട്ടക്കൊലപാതകം. ഞാൻ ഓർക്കുകയാണ്, സ്വന്തം അമ്മയെ, പെറ്റ അമ്മയെ, നൊന്ത് പെറ്റ അമ്മയെ എങ്ങനെയാണ് ഇങ്ങനെ മനസ്സിൽ വരിക? ഒരു മകൻ ഇത്രയും ക്രൂരമായിട്ട്, അതും പ്രായമായിട്ടുള്ള ഒരു അമ്മയെ കറക്കിയെടുത്ത് ഭിത്തിയിലേക്ക് എറിഞ്ഞ് കൊലോശു പാമ്പിനെ അല്ലെങ്കിൽ ഒരു മിണ്ടാപ്രാണിക്ക് എടുത്തെറിയുന്ന പോലെയാണ് സ്വന്തം പെറ്റ അമ്മയ്ക്ക് ഇങ്ങനെ കറക്കിയെടുത്ത് ഭിത്തിയിലേക്ക് എറിഞ്ഞ് കൊല്ലുന്നത്. ഇതൊക്കെ എവിടെ നടക്കുന്നത്? നമ്മുടെ കേരളം ഇത്രയ്ക്ക് അധപതിച്ചു പോയി. ഞാൻ ഓരോ പ്രഭാതം കാണുമ്പോൾ ഇങ്ങനെ വാർത്തയെല്ലാം നമുക്ക് വേറെ ഒന്നും, ഒരു നല്ല വാർത്ത ഒന്നും കേൾക്കാനില്ല. ഓരോ പ്രഭാതത്തിലും ഇതൊരു ദുഷ്ടവാർത്തയല്ലാതെ ബലാത്സംഗം ചെയ്തു, മയക്കുമരുന്ന് മാഫിയയുടെ വേട്ടയാടൽ, ബലാത്സംഗം, കൊലപാതകം, മോഷണം, തിരിച്ചുപറി, അങ്ങനെയുള്ളൊരു കെട്ട വാർത്തയല്ലാണ്ട് ഒരിക്കലും നല്ല വാർത്ത നമുക്ക് പ്രഭാതത്തിൽ കേൾക്കാനോ കാണാൻ പറ്റുന്നില്ല. എനിക്ക് എങ്ങനെ സാധിക്കില്ലേ ഓരോ മക്കൾക്ക് ഇങ്ങനെ സ്വന്തം അമ്മ ഇത്രയും ക്രൂരമായിട്ടൊക്കെ? കാര്യം വേറൊന്നുമില്ല, അവർക്ക് ഒരു പേടിയില്ല. ഒരാൾ കൊന്നാലും വെട്ടിയാലും കുത്തിയാലും ഒരു വന്നാൽ എത്ര 5 വർഷം ശിക്ഷ കിട്ടും അല്ലേ? കോടതി നിയമം പാസ്സാക്കിയിട്ട് തന്നെ 5 വർഷം കോടതി ശിക്ഷ വിധിക്കും. ആ 5 വർഷം ജയിലിൽ പോയി കിടന്നാൽ എന്താ? നല്ല ശമ്പളം കിട്ടുന്നു, നല്ല ഫുഡ് കിട്ടുന്നു. അപ്പോൾ ഈ നാട്ടിൽ ജോലി കിട്ടവർക്ക് ഒരാളിനെ കൊന്നാൽ മതി, ജയിലിൽ പോയി കഴിഞ്ഞാൽ നല്ല സുഖമല്ലേ? ശമ്പളം, നല്ല ശാപ്പാട്, പിന്നെ ഇതിൽ പരം വേറെ ഭാഗ്യം കിട്ടാനുണ്ടോ? അതുകൊണ്ട് നമ്മുടെ നിയമവ്യവസ്ഥ ശരിക്കും മാറി വരണം. അങ്ങനെ മാറ്റം ഉണ്ടായാലാണ് കേരളം ശരിക്കും നന്നാവുള്ളൂ കേട്ടോ. ഒരാൾക്കും പേരുവിടാതെ ജീവിക്കണമെങ്കിൽ നിയമം മാറണം, ഭരണം മാറണം. ഗൾഫ് രാജ്യങ്ങൾ നിയമം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും പിന്നെ ഒരാളും ഇങ്ങനെ ക്രൂരകൃത്യം ചെയ്യില്ല, അത് ഉറപ്പാണ്.